നമുക്കിനി കണ്ണൂരിലേക്ക് പോകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി സുധാകരന്റെ റോഡ് ഷോയ്ക്ക് അവിടെ തുടക്കമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനിരുന്ന മമ്പറം ദിവാകരൻ ആ ഒരു തീരുമാനം പിൻവലിച്ചിട്ടുണ്ട്. ദിവാകരനെ പാർട്ടിയിൽ തിരിച്ചെടുക്കുമെന്ന് MM ഹസൻ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. കണ്ണൂരിൽ നിന്ന് അമൽനാഥാണ് ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ നൽകുന്നത്. അമൽനാഥ്, സുധാകരൻ്റെ റോഡ് ഷോയ്ക്ക് തുടക്കമായി. എങ്ങനെയാണ് സുധാകരൻ ഈ റോഡ് ഷോയിലൂടെ ജനങ്ങളെ ഇളക്കിമറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു? ഒപ്പം ഈ മമ്പറം ദിവാകരൻ പാർട്ടിയിലേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യം, അദ്ദേഹം സ്ഥാനാർത്ഥിയാവാനില്ല എന്ന് തീരുമാനിച്ചു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വാർത്തകൾ? കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും അവരുടെ പ്രചരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ UDF സ്ഥാനാർത്ഥി K സുധാകരൻ അദ്ദേഹത്തിന്റെ റോഡ് ഷോകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായി LDF സ്ഥാനാർത്ഥി MV ജയരാജൻ പ്രചരണ രംഗത്തുണ്ട്. ഒപ്പം തന്നെ NDയുടെ സ്ഥാനാർത്ഥി C രഘുനാഥും ശക്തമായ പ്രചരണം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ വോട്ടുകൾ അടക്കം, കാരണം ഇദ്ദേഹം ഒരു മുൻ കോൺഗ്രസ് നേതാവായിരുന്നു, പിന്നീടായിരുന്നു BJPയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ കോൺഗ്രസിന്റെ വോട്ടുകൾ അടക്കം പിടിച്ചെടുക്കാമെന്ന ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു കരുതലിലാണ് നിലവിൽ C രഘുനാഥ് ഉള്ളത്. അതേസമയം തന്നെ കണ്ണൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് വലിയൊരു തലവേദന ആയിട്ടുണ്ടായിരുന്നത് മമ്പറം ദിവാകരൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു. UDFന് വേണ്ടി സുധാകരനാകും മത്സരിക്കുക എന്ന ഒരു തീരുമാനം വന്നതോടു കൂടിയാണ് താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മമ്പറം ദിവാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി മമ്പറം ദിവാകരൻ കോൺഗ്രസിൽ നിന്നും പുറത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇദ്ദേഹം കോൺഗ്രസിന്റെ പരിപാടികളിലൊക്കെ തന്നെയും വന്നിരുന്നു. വിചാരണ സദസ്സിലടക്കം ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. എങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിയിലേക്ക് മമ്പറം ദിവാകരനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന തീരുമാനത്തിലേക്ക് മമ്പറം ദിവാകരനെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി UDF കൺവീനർ MM ഹസനും ഒപ്പം തന്നെ കണ്ണൂർ ചുമതലയുള്ള KPCC സെക്രട്ടറിയും അടക്കമുള്ളവർ മമ്പറം ദിവാകരനെ കണ്ട് സംസാരിച്ചിരുന്നു. ഈ ഒരു സംസാരത്തിന്റെ ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഭാഗമായാണ് ഇദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുമെന്ന ഉറപ്പും MM ഹസൻ ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യത്തിൽ KPCC എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ഈ പദവികൾ അടക്കം ഇദ്ദേഹത്തിന് ഉടൻ തന്നെ തിരിച്ചു നൽകും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഈ ഒരു ധാരണ പ്രകാരമാണ് മമ്പറം ദിവാകരൻ സ്വതന്ത്രനായി മത്സരിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും നിലവിൽ 3 സ്ഥാനാർത്ഥികളും കണ്ണൂരിൽ അവരുടെ പ്രചരണം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്.